ഡിയർ സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിക്കൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആശയവിനിമയത്തിലെ വ്യത്യസ്ത തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി. തുല്യതക്കാർക്കും അതുപോലെ തന്നെ റെഗുലർ സ്റ്റുഡൻസിനും ഉപകാരപ്പെടുന്ന രീതിയിൽ കുറേയധികം പോയിൻറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നല്ല ഒരു ആശയവിനിമയം എങ്ങനെ നടപ്പാക്കാം, അല്ലെങ്കിൽ ആശയവിനിമയത്തിലെ കമ്മ്യൂണിക്കേഷനിലെ ബാരിയേഴ്സ്, തടസ്സങ്ങൾ നീക്കം ചെയ്ത് തരണം ചെയ്ത് എങ്ങനെ ആശയവിനിമയത്തെ എഫക്റ്റീവാക്കാം, ഫലവത്താക്കി മാറ്റാം, നല്ലതാക്കി മാറ്റാം, ഉപകാരപ്രദമാക്കി മാറ്റാം, സക്സസ്ഫുള്ളാക്കി മാറ്റാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കഴിഞ്ഞ ലക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യ ഭാഗത്ത് നമ്മൾ തുല്യതാ പഠിതാക്കളുടെ ടെക്സ്റ്റ് ബുക്ക് വെച്ചുകൊണ്ട് അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ആ ക്ലാസ്സുകളാണ് ആദ്യം നടത്തുന്നത്. പിന്നെ അവസാന ഭാഗത്ത് നമ്മൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും തുല്യതാക്കാർക്കും ഉപകാരപ്പെടുത്താവുന്ന രീതിയിൽ അഡീഷണൽ പോയിൻറ്റുകൾ കൂടി, കുറച്ചധികം പോയിൻ്റ് കൂടി നമ്മൾ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ക്ലാസ് അവസാനം വരെ നിങ്ങൾ കാണുക, ആവശ്യമായ പോയിൻറ്റുകൾ എഴുതിയെടുക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണെന്ത്, കമ്മ്യൂണിക്കേഷൻ്റെ ആശയവിനിമയത്തിൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റി എങ്ങനെ ഒരു നല്ല ആശയവിനിമയമാക്കി മാറ്റാം, ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ്, ആശയവിനിമയം എങ്ങനെ മെച്ചപ്പെട്ടതാക്കാം. അതിൽ ഫസ്റ്റ് വൺ, അതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ സുഗമമായ ആശയവിനിമയത്തിന് ചില തടസ്സങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ തടസ്സങ്ങളെ ഒഴിവാക്കി ആശയവിനിമയത്തിൻ്റെ കാര്യക്ഷമത, എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും എങ്ങനെ വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ എങ്ങനെ നല്ല രീതിയിൽ ആശയവിനിമയം നടത്താം, എഫക്റ്റീവായ രീതിയിൽ ആശയവിനിമയം നടത്താം എന്നുള്ളതാണ് താഴെ പറയുന്നത്. അതിലൊന്ന്, വ്യക്തത ഉണ്ടായിരിക്കാം. ആശയവിനിമയത്തിൽ ഉപയോഗിക്കുന്ന സന്ദേശം വളരെ വ്യക്തതയുള്ളതായിരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ കൺഫ്യൂസിങ് ആയിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക, ടെക്നിക്കൽ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, സിമ്പിളായ എല്ലാവർക്കും മനസ്സിലാവുന്ന നല്ല വ്യക്തമായ രീതിയിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുക, ആശയവിനിമയം നടത്തുക. രണ്ട്, ആവശ്യം മനസ്സിലാക്കി ആശയവിനിമയം നടത്തുക. അപ്പോൾ നേരത്തെ പറഞ്ഞ സൈക്കോളജിക്കൽ, മനഃശാസ്ത്രപരമായ നമ്മുടെ ശ്രോതാവ് ആരോടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരുടെ മാനസികാവസ്ഥയും അവരുടെ ആവശ്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആവശ്യമുള്ളത് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് അതാണ് പറയുന്നത്, സന്ദേശം സ്വീകരിക്കുന്ന ആളിൻ്റെ ബുദ്ധി വൈഭവം സന്ദേശം അയക്കുന്ന ആൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് കാര്യക്ഷമമായ ആശയവിനിമയത്തിന് ആവശ്യമാണ്. ഇംഗ്ലീഷ് അറിയാത്ത ആളോട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു കാര്യമില്ല. ഇനി മലയാളം അറിയാത്ത തമിഴ്നാട്ടുകാരനോടോ ഇംഗ്ലീഷുകാരനോടോ മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു കാര്യമില്ല. ഇനി പിന്നെ വളരെ സാഹിത്യപരമായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു കാര്യമില്ല. ഇനി സാഹിത്യപരമായ ആളുകളോട് അത്തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ റിസീവർ, ശ്രോതാവിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്നാലേ അത് എഫക്റ്റീവ് ആവുകയുള്ളൂ, ഫലവത്താവുകയുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു ആശയ കൈമാറ്റം മാത്രമായി മാറും. ദെൻ 3, സന്ദേശത്തിൻ്റെ ശൈലി, ഭാഷ, ഉള്ളടക്കം, ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക. കണ്ടൻറ്റ്, ആ മെസ്സേജിൻ്റെ കണ്ടൻറ്റും അതിലെ ഭാഷയും എല്ലാം അതിൽ ശ്രദ്ധിക്കുക. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം, എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കണം, ശ്രോതാവിന് അത് ശ്രദ്ധിച്ചാൽ ഉപകാരമുണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ളതായിരിക്കണം. അതായത് സ്വീകർത്താവിന് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം സന്ദേശത്തിൻ്റെ ഭാഷ, ശൈലി, ഉള്ളടക്കം മുതലായവ. ദെൻ 4, എൻഷുർ പ്രോപ്പർ ഫീഡ്ബാക്ക്, ശരിയായ പ്രതികരണം ഉറപ്പുവരുത്തുക. വെറുതെ അങ്ങനെ ഇല്ലേ, നമ്മൾ സാധാരണ പറയാറുണ്ട്, പള്ളിപ്പറമ്പിലേക്ക് സലാം പറഞ്ഞ പോലെ, ശവപ്പറമ്പിലേക്ക് സലാം പറഞ്ഞ പോലെ, വെറുതെ നമ്മളിവിടെ അങ്ങോട്ട് മെസ്സേജ് പാസ് ചെയ്താൽ പോരാ, കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോരാ, പറഞ്ഞാൽ പോരാ, പ്രസംഗിച്ചാൽ പോരാ, ക്ലാസ് എടുത്താൽ പോരാ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഫീഡ്ബാക്ക്, തിരിച്ച് പ്രതികരണമുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രതികരണമുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എങ്കിലേ അതൊരു എഫക്റ്റീവ് ആവുകയുള്ളൂ. എങ്കിലേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ എത്തി, നമ്മുടെ മെസ്സേജ് അവരിലേക്ക് എത്തി എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്, ശരിയായ പ്രതികരണം ഉറപ്പുവരുത്തണം. അതായത് സന്ദേശം അയച്ചയാൾ സന്ദേശം സ്വീകരിച്ച വ്യക്തിയോട് സന്ദേശത്തെക്കുറിച്ച് ഉചിതമായ ചോദ്യങ്ങൾ ചോദിച്ച് സന്ദേശം മനസ്സിലാക്കിയെന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതിനൊരു മറുപടി, ചോദ്യത്തിനൊരു മറുപടി ഇങ്ങോട്ട് കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്കത് എഫക്റ്റീവായി എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. ഇതിനടുത്തത്, മറ്റുള്ളവരുമായി കൂടിയാലോചിക്കുക, കൺസൾട്ട് അതേഴ്സ്. അതായത് ആശയം കൈമാറുന്നതിന് മുമ്പ് മാനേജർ അല്ലെങ്കിൽ ആശയം കൈമാറ്റം ചെയ്യുന്നയാൾ മറ്റുള്ളവരുമായി കൂടിയാലോചന നടത്തി അതനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ഫലപ്രദമായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം 5 കാര്യങ്ങൾ പറയുകയുണ്ടായി. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എഴുതാവുന്ന പോയിൻറ്റുകളാണ്. 1, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് അതിനെ സംബന്ധിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, ചെറിയൊരു ആശയം വ്യക്തമാക്കി കൊടുക്കുക. അതാണ് അടുത്ത പോയിൻ്റ്, 6ാമത്തെ പോയിൻ്റ്. ആശയവിനിമയത്തിന് മുമ്പ് ആശയങ്ങൾ വ്യക്തമാക്കുക.
ക്ലാരിഫൈ ദ ഐഡിയാസ് ബിഫോർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന് മുമ്പ് അതിൻ്റെ ഐഡിയകളൊന്ന് വ്യക്തമാക്കി. ഇന്നതാണ് പറയാൻ പോകുന്നത്, ഇന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. അങ്ങനെ മുൻകൂട്ടി ഒരു ചെറിയൊരു ഐഡിയ ഇട്ട് കൊടുക്കുക, കൺസെപ്റ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ. ദെൻ അടുത്തത് 7ാമത്തത്, വർത്തമാനകാലത്തിനും ഭാവിക്കും വേണ്ടി ആശയവിനിമയം ചെയ്യുക. അതായത് നമ്മളെന്താണ് കേൾക്കുന്ന ആളുകൾക്ക് എന്താണ് ഇപ്പോഴും അല്ലെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് ഉപകാരപ്പെടും എന്ന രീതിയിലുള്ള ആശയങ്ങൾ കൈമാറ്റം ചെയ്യുക. എങ്കിലത് എഫക്റ്റീവാകും, അവർ നന്നായിട്ടത് ശ്രദ്ധിക്കും. വർത്തമാനകാലത്തിനും ഭാവിക്കും വേണ്ടി ആശയവിനിമയം ചെയ്യുക. ഓക്കെ. അതോടൊപ്പം മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ത്, 8ാമത്തത്, നല്ല ഒരു ശ്രോതാവായിരിക്കുക. ബി എ ഗുഡ് ലിസണർ. അതായത് സെൻറ്ററാണ്, നമ്മൾ മെസ്സേജ് കമ്മ്യൂണിക്കേറ്ററാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ടീച്ചറാണ്, നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്, നമ്മൾ മാനേജറാണ്, നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, അവിടെ നിന്നുള്ള ഫീഡ്ബാക്ക് നമ്മൾ കേൾക്കാനുള്ളൊരു സമയം കൂടി കണ്ടെത്തുക, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. നമ്മൾ നല്ലൊരു ശ്രോതാവുക. ഫീഡ്ബാക്കുകൾ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ കുട്ടികളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കാനുള്ളൊരു മനസ്സും വേണം. അല്ലാണ്ട് വെറുതെ നമ്മൾ സാധാരണ പറഞ്ഞ പഞ്ചായത്ത് റേഡിയോ പോലെ ഇവിടുന്ന് അങ്ങനെ ഒരു 1 വേ സൈഡായിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോരാ. അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടുള്ളതും നമ്മളെന്താണ് പരിഗണിച്ചിരിക്കണം, കേൾക്കണം. എങ്കിലേ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ. ദെൻ ഫോളോ അപ്പ്. എന്നാൽ ഈ ആശയവിനിമയ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക, പിന്തുടർന്നു കൊണ്ടിരിക്കുക. ഫോളോ അപ്പ് പ്രവർത്തനങ്ങൾ, അത് നല്ല രീതിയിൽ ഫീഡ്ബാക്ക് കിട്ടിയില്ലെങ്കിൽ എന്താണ്, എവിടെയാണ് പാളിച്ചകൾ പറ്റിയത് എന്നുള്ളത് കണ്ടെത്തിയിരുന്നത് ചെയ്യുക. വീണ്ടും ആ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ എത്തിക്കാവുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. ഇനി നല്ല രീതിയിലാണ് അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയതെങ്കിൽ ഇനി അടുത്തത് നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അത് പ്ലാൻ ചെയ്ത് ആസ്വദിച്ച് അടുത്ത കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്യുക, തുടരുക. അങ്ങനെ ഒരു ഫോളോ അപ്പ് പ്രവർത്തനം, പിന്തുടർച്ചാ പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കണം. ഓക്കെ. ഇത്തരം പോയിൻറ്റുകളാണെന്ത് ഒരു സ്ഥാപനത്തിലെ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലാക്കാൻ പറ്റുന്ന എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാവുന്ന പോയിൻറ്റുകൾ. ഓക്കെ. ഇനി നമുക്ക് ബിസിനസ് സ്റ്റഡീസ് വിഷയത്തിലെ അടുത്ത ചാപ്റ്ററായ കൺട്രോളിങ്, അതായത് നിയന്ത്രിക്കൽ എന്ന പാഠഭാഗത്തിലെ വ്യത്യസ്ത ടോപ്പിക്കുകളുമായി അടുത്ത ലക്കത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതായത് കൺട്രോളിങ്, നിയന്ത്രിക്കലിൻ്റെ അർത്ഥം, പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള ബന്ധം, റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ കൺട്രോളിങ്ങിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ്, അതുപോലെ തന്നെ സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ്, നിയന്ത്രണത്തിൻ്റെ വിവിധ സ്റ്റെപ്പുകൾ, കൺട്രോളിങ് പ്രോസസ്സ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടെക്നിക്സ് ഫോർ കൺട്രോളിങ്, കൺട്രോളിങ്ങിന് സാധാരണ സ്ഥാപനങ്ങളിൽ ഉപയോഗിച്ച് വരാനുള്ള വ്യത്യസ്ത ടെക്നിക്കുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്ത പാഠത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത പാഠത്തിലെ പുതിയ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.